സുഹൃത്തുക്കളെ, വോട്ടർ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളും തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വോട്ടർ ഐ ഡി കാർഡ് പുതിയത് അപേക്ഷിക്കുന്നതിനും നിലവിലുള്ളത് പുതുക്കുന്നതിനും ATM അഥവാ PVC കാർഡ് ആക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തുന്നതിനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനുമൊക്കെ ഇപ്പോൾ ഓൺലൈനായി വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാനുള്ള സൗകര്യം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള പേര് ചേർക്കലാണ് ഒരു ID കാർഡ് അല്ലെങ്കിൽ ഒരു വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത്. ഈ രണ്ട് തരത്തിലുള്ള പേര് ചേർക്കൽ: ഒന്ന്, ലോകസഭ, നിയമസഭ എന്നീ ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റായ voters.eci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന വോട്ട് ചേർക്കേണ്ടത്. ഇത് ലോകസഭ, നിയമസഭ ഇലക്ഷന് വേണ്ടിയാണ് ഈ വെബ്സൈറ്റിലൂടെ പേര് ചേർക്കേണ്ടത്. രണ്ടാമത്തേത്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിലേക്കുള്ള ഇലക്ഷന്റെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റായ ജനഹിതം എന്ന വെബ്സൈറ്റിലൂടെയാണ് പേര് ചേർക്കേണ്ടത്. വോട്ടർ ID കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ voters.eci.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വോട്ടേഴ്സ് ID കാർഡിന്റെ ഏത് തരത്തിലുള്ള സേവനങ്ങൾക്കായും ഈ വെബ്സൈറ്റിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ 5 തരത്തിലുള്ള ഫോമുകൾ കാണാം. ഇതിലെ ആദ്യത്തെ ഫോം 6 ആണ്. ഇത് പുതുതായി വോട്ടർ ID കാർഡിനായി അപേക്ഷിക്കാനും വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാനുമാണ് ഈ ഒരു ഫോമിലൂടെ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കേണ്ടത്. രണ്ടാമത്തെ ഫോം 6A, ഇത് പ്രവാസികളായ ആളുകൾക്ക് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ഫോമാണ്. മൂന്നാമതായി ഫോം 7, ഇത് നിലവിലെ വോട്ടർ ലിസ്റ്റിലുള്ള വ്യക്തിയെ ഒഴിവാക്കുന്നതിനും പുതിയൊരു വ്യക്തിയെ ആഡ് ചെയ്യുന്നതിനുമുള്ള ഒരു റിക്വസ്റ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നാലാമത്തെ ഫോം 8, വോട്ടറെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനും വോട്ടർ ID കാർഡിലെ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തുന്നതിനും പഴയത് മാറ്റി പുതിയ PVC കാർഡ് ആക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള മാർക്കിംഗ് ആഡ് ചെയ്യുന്നതിനുമൊക്കെയാണ് ഈ ഫോമിലൂടെ അപ്ലിക്കേഷൻ നൽകുന്നത്. അഞ്ചാമത്തെ ഫോം 6B, ഇത് നിലവിലെ വോട്ടർ IDയിൽ തന്റെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫോമാണ്. ഈ 5 ഫോമുകളിലും കൂടുതലായും ഉപയോഗിക്കുന്നത് ഫോം 6 പുതിയ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഫോം 8ഉമാണ്. വോട്ടർ ID കാർഡുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള ഡിജിറ്റൽ ഓൺലൈൻ സേവനങ്ങളെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോകളാണ് ഇതിന് പിന്നാലെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക, ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത് നമുക്ക് വോട്ടുണ്ടോ എന്നുള്ളതാണ്. നിയമസഭ, ലോകസഭ ഇലക്ഷനിലേക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ ഈ പിക് നമ്പർ എൻ്റർ ചെയ്ത് അഥവാ വോട്ടർ ID കാർഡ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വോട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും. അതല്ല, വോട്ടർ ID കാർഡ് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നോട്ട് ഡാറ്റ ഫോണ്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് വോട്ടില്ല എന്നുള്ളതാണ്. പലർക്കും ID കാർഡ് ഉണ്ട്, എന്നാൽ അവർക്ക് വോട്ടില്ലാത്തൊരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. അവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതുതായി വോട്ടർ IDക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഫോം 6ലൂടെ പുതുതായി വോട്ടർ IDക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യം, നിലവിൽ പലർക്കും പഴയ വോട്ടർ ID കാർഡാണ് കയ്യിലുള്ളത്. KL എന്ന് തുടങ്ങുന്ന വോട്ടർ ID കാർഡ് ഇപ്പോൾ നിലവിൽ ഇൻവാലിഡ് ആണ്. വോട്ടർ ID നമ്പർ KL, കേരളത്തിലെ കോഡാണ് KL-09 എന്നൊക്കെ തുടങ്ങുന്ന വോട്ടർ ID കാർഡ് ഇപ്പോൾ നിലവിൽ വാലിഡ് അല്ല. എന്നാൽ ഇവർക്കൊക്കെ ഒരു വോട്ടർ ID കാർഡ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പഴയ വോട്ടർ ID കാർഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ പുതിയ വോട്ടർ ID കാർഡ് നമുക്ക് ലഭിക്കുന്ന ഒരു സംവിധാനം വെബ്സൈറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഗൂഗിളിൽ ഫൈൻഡ് എ പിക് നമ്പർ എന്ന് ടൈപ്പ് ചെയ്താലും ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ച് നമ്മുടെ പഴയ KL എന്ന് തുടങ്ങുന്ന വോട്ടർ ID കാർഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴെ പുതിയ വോട്ടർ ID കാർഡ് നമ്പർ നമുക്ക് ലഭിക്കുകയും ആ വോട്ടർ ID കാർഡ് നമ്പർ ലഭിച്ചതിന് ശേഷം അത് വെച്ച് പുതിയ വോട്ടർ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്ത് പുതിയ വോട്ടർ ID കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വോട്ടർ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്തതായി എങ്ങനെ ഒരു വോട്ടർ ID കാർഡ് കറക്ഷൻ ചെയ്യാം എന്നുള്ളത് ചെയ്തു നോക്കാം. ഈ സൈറ്റിൽ ആദ്യമായാണ് പ്രവേശിക്കുന്നത് എങ്കിൽ സൈൻ അപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഇമെയിൽ ID ഓപ്ഷനിലാണ്. ആവശ്യമെങ്കിൽ ഇമെയിൽ ID കൊടുക്കാം. ക്യാപ്ച എൻ്റർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിം നൽകി താഴെ ലാസ്റ്റ് നെയിം നിർബന്ധമില്ല,
ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം താഴെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ലാസ്റ്റ് കോളത്തിൽ കൺഫേം പാസ്വേഡ്, സെയിം പാസ്വേഡ് ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യുക. റിക്വസ്റ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്ത് OTP എൻ്റർ ചെയ്ത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ലോഗിനിൽ വന്ന് ലോഗിൻ ക്ലിക്ക് ചെയ്ത് സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇന്നിവിടെ ഫോം 8 പ്രവേശിച്ചുകൊണ്ട് ID കാർഡ് എങ്ങനെ കറക്ഷൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഫോം 8 ക്ലിക്ക് ചെയ്ത് അതേഴ്സ് സെലക്ടർ എന്നതാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ സ്വന്തമല്ല, എൻ്റെ വൈഫിൻ്റെ ആണെന്ന് കരുതുക. ഇവിടെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഇവിടെ എഴുതി കാണിക്കും. അത് കൺഫേം ആണെന്ന് മനസ്സിലാക്കി കൺഫേം ആണെന്ന് ഉറപ്പുവരുത്തി ഓക്കെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതിലുള്ള ഈ 4 ഓപ്ഷനിൽ ഏതാണ് നമുക്ക് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഷിഫ്റ്റിംഗ്, അത് കഴിഞ്ഞ് കറക്ഷൻ, അതുപോലെ തന്നെ ഇഷ്യൂ റീപ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ റിക്വസ്റ്റ് മാർക്കിംഗ് എനി ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത്. ഇതിൽ നമ്മൾ കറക്ഷൻ എന്ന ഓപ്ഷനിലൂടെയാണ് നമ്മൾ ഇവിടെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് കറക്ഷൻ എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക. ആദ്യമായി നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഇലക്ഷൻ ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇലക്ഷൻ കാർഡ് ഏത് സ്റ്റേറ്റിലാണ്, ഏത് അസംബ്ലി മണ്ഡലത്തിലാണ് എന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക് അത് കാണിക്കും. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോവുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷനായി നമ്മുടെ പേരും എപ്പിക് നമ്പറും കാണിക്കും. നമ്മുടെ ആധാർ കാർഡ് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കറക്ഷൻ ചെയ്യേണ്ട ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ള ഇവയെല്ലാം നമുക്ക് കറക്ഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ കറക്ഷൻ ചെയ്യേണ്ടത് ഏതാണ് എങ്കിൽ അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ റിലേഷൻ ടൈപ്പും റിലേറ്റീവ് നെയിമുമാണ് കറക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റിലേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആണോ ഫാദർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ റിലേറ്റീവ് നെയിമുമാണ് ഞാൻ മാറ്റാൻ നോക്കുന്നത്. അത് രണ്ടും ടിക്ക് ചെയ്ത് ഏതാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, ഹസ്ബൻഡ്, കറക്ഷൻ ചെയ്യേണ്ട വിവരമാണ് ഇവിടെ വിവരിക്കേണ്ടത്. അപ്പോൾ ഹസ്ബൻഡ് എന്ന് കൊടുത്ത് ഹസ്ബൻഡിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ കൺഫേം അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ID കാർഡിൻ്റെ മുകളിൽ പ്രിൻ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്, ഒരു വാർണിംഗ് ആണ് അവിടെ മെസ്സേജ് കാണിക്കുന്നത്. അത് യെസ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പേര് മലയാളത്തിൽ താഴെ വരും. അത് ക്ലിയർ ആയില്ലെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കണം. അതിന് മലയാളത്തിൻ്റെ കീബോർഡ് എടുത്ത് നമ്മൾ കീബോർഡ് ഇവിടെ നിന്ന് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലെറ്ററും വരും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ എൻ്റർ ചെയ്ത മലയാളം എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഗൂഗിളിൽ ഒരു മലയാളം ടൈപ്പ് ചെയ്ത് അത് ഇതിലേക്ക് വലിച്ചിടുകയോ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുകയോ ചെയ്താലും നമുക്ക് ഈ മലയാളം ഇവിടെ കറക്റ്റായി ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ നമ്മുടെ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഏതാണ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് 2 കാര്യമാണ് നമ്മൾ കറക്ഷന് വേണ്ടി കൊടുത്തിരുന്നത്. ആ 2 കാര്യത്തിൻ്റെയും പ്രൂഫാണ് ഇവിടെ ചോദിക്കുന്നത്. റിലേഷൻ ടൈപ്പും അതുപോലെ തന്നെ റിലേഷൻ നെയിമുമാണ് ഇവിടെ ചോദിക്കുന്നത്. അത് രണ്ടും ആധാർ കാർഡ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അതിന് താഴെ വന്നു. ഇവിടെ നമ്മുടെ പ്ലേസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ ക്യാപ്ച എൻ്റർ ചെയ്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോം വരികയും ഈ ഫോം ലാസ്റ്റ് അവസാനം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കൺഫേം യെസ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. ഇവിടെ ഒരു റെഫറൻസ് നമ്പർ കാണിക്കും. അത് എഴുതി നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ഇനി നമ്മൾ പുതിയ വോട്ടർ ID കാർഡിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫോം 6 ഇതിന് അപേക്ഷിക്കേണ്ടത്. ഫോം 6 ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് അതേപോലെ തന്നെ നിയോജക മണ്ഡലം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേര് എൻ്റർ ചെയ്യാനാണ് വരിക. ഇവിടെ ഇംഗ്ലീഷിൽ പേര് എൻ്റർ ചെയ്യുമ്പോൾ താഴെ ഓട്ടോമാറ്റിക്കലി താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ മലയാളം അവിടെ വരുന്നതാണ്. ഓട്ടോമാറ്റിക്കലായി വരുന്ന മലയാളം ചിലപ്പോൾ കൃത്യമായി വരണമെന്നില്ല. അതിന് കറക്ഷൻ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഈ കീബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മറ്റൊരു ട്രിക്ക് മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോമിന്റെ ഇതുപോലെ മറ്റൊരു വിൻഡോ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൽ മലയാളം ടൈപ്പിംഗ് എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ എന്ന വെബ്സൈറ്റ് ലഭിക്കും. ഇതിൽ പ്രവേശിച്ച് മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം വരികയും ഈ മലയാളം സെലക്ട് ചെയ്ത് എഴുതേണ്ട ഭാഗത്തേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കൃത്യമായി ഇവിടെ വരുന്നതാണ്. ഇതുപോലെ മലയാളം ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഈ സൈറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേസ്റ്റ് ആവുന്നതാണ്.
ചെയ്യാവുന്നതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യേണ്ടത് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു രീതിയിൽ ഈ വെബ്സൈറ്റിൽ ഇങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ആളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അടുത്തതായി വരുന്നത് റിലേറ്റീവ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഫാദർ ആണോ മദർ ആണോ എന്ന് കൊടുത്ത് അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. OTP വരും. അതിനുശേഷം ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം മെയിലോ ഫീമെയിൽ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഒരു പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് നമ്മുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ മലയാളം ഇവിടെയും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അവിടെ മലയാളം നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അഡ്രസ് പ്രൂഫ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഫില്ല് ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാമിലി മെമ്പറിന്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ് ആരുടെയെങ്കിലും വോട്ടർ ID കാർഡ് നമ്പർ എൻ്റർ ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് അടുത്തത് ഡിക്ലറേഷൻ ആണ്. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എന്നിവ കൊടുത്ത് അതിനുശേഷം അതിന്റെ താഴെ നമ്മൾ നിലവിലെ അഡ്രസ്സിൽ എത്ര വർഷങ്ങളായി, എത്ര വർഷവും മാസവുമായി എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഏത് വർഷം മാസം മുതൽ നിങ്ങൾ ഈ അഡ്രസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നൽകേണ്ടത്. ആ ഒരു മാസവും ഇയറും കൊടുക്കുക. അതിനുശേഷം പ്ലേസ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്താൽ നേരത്തെ കാണിച്ചതുപോലെ ഒരു റെഫറൻസ് നമ്പർ ഇവിടെയും കിട്ടും. അത് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ ഈ സൈറ്റിൽ ഹോം പേജിൽ വലത് സൈഡിൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ റെഫറൻസ് നമ്പർ അടിച്ചു കൊടുത്ത് സ്റ്റേറ്റും സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതിന്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന മറ്റുള്ള ഓപ്ഷനുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഇപിക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. നമ്മുടെ വോട്ടർ ID കാർഡിന്റെ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇത് നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ രജിസ്റ്റർ കംപ്ലൈന്റ് എന്നുള്ളതാണ്. എന്തെങ്കിലും നമുക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇവിടെ ഏറ്റവും താഴെ പോളിംഗ് സ്റ്റേഷൻ ഓഫീസറുടെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ പുതിയതായി ID കാർഡ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു BLO, സർക്കാർ നിശ്ചയിച്ച ഒരു ഉദ്യോഗസ്ഥ ആരെങ്കിലും നമ്മളുമായി ബന്ധപ്പെടും. അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ മുഴുവനും നമ്മുടെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. മൊബൈൽ ആപ്പിന്റെ പേര് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ആപ്പാണ്. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിലൂടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇത്തരം സർവീസുകളെല്ലാം അതിലൂടെ ചെയ്യാൻ കഴിയും. അത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിലേക്ക് വേണ്ടിയുള്ള ഇലക്ഷന് വേണ്ടി പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റായ ജനഹിതം എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് ലിങ്ക് ഇതാണ്. ഈ ലിങ്കിലൂടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് മുകളിൽ കാണുന്ന സിറ്റിസൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ്. ഇതിന്റെ നിർദ്ദേശങ്ങൾ അതിന് താഴെയായിട്ട് വോട്ടേഴ്സ് സർവീസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിരവധി ഓപ്ഷനുകൾ ഇവിടെ കാണുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നത് പുതുതായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അഡിക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാം. അതുപോലെ തന്നെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഇതിലൂടെ കറക്ഷൻ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ടറെ മാറ്റുന്നതിന് വേണ്ടി ഇതിലൂടെ അപേക്ഷിക്കാം. അതുപോലെ നിരവധി ഓപ്ഷനുകൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിലൂടെ ചെയ്യുമ്പോഴാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിലേക്ക് നമുക്ക് വോട്ടുണ്ടാവുക. ഇത്രയൊക്കെയാണ് വോട്ടർ ID കാർഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 25 വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.